ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സൈലം ബി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിന്റെ 3ാം ഘട്ടത്തിലെയും അതുപോലെ തന്നെ 4ാമത്തെ ഘട്ടത്തിലെയും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് ആണ്. അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മളൊരു 7 മണിക്കൂറിൻ്റെ ഒരു മാരത്തോൺ ചെയ്തിരുന്നു. ആ 7 മണിക്കൂറിൻ്റെ മാരത്തോണിൽ തന്നെയാണ് കഴിഞ്ഞ 4 സ്റ്റേജിൽ നിന്നും കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വന്നത്. അത് കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനോടൊപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൻ്റെയും ലീക്ക്ഡ് ആയ സെക്കൻഡ് സ്റ്റേജിൻ്റെയും ക്വസ്റ്റ്യനെ വെച്ചിട്ട് ഒരു അനാലിസിസ് ചെയ്തിരുന്നു. ആ അനാലിസിസിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ എക്സാമിന് 3ാമത്തെ 4ാമത്തെ ഘട്ടത്തിൽ വന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ഒരു ഘട്ടം കൂടെ മാറ്റിവെച്ചപ്പെട്ട ഘട്ടമല്ലേ ഇനി നടക്കാൻ പോകുന്ന ഓഗസ്റ്റ് മാസം 22-ാം തീയതി നടക്കാൻ പോകുന്ന പരീക്ഷ. അവർ ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ് കണ്ടിട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. 10th പ്രിലിംസ് 3rd സ്റ്റേജ് CA അനാലിസിസ്. ആദ്യം 3ാം ഘട്ടമാണ് പരിശോധിക്കാൻ പോകുന്നത്. ചോദ്യം വരുന്നു, കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആര് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം, കൃത്യമായിട്ട് നമ്മൾ നിയമനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പറഞ്ഞു വെച്ചതാണ്. അത് മറ്റാരുമല്ല, ഓപ്ഷൻ എ സൗമൻ സെൻ ആണ്. ഓപ്ഷൻ എ സൗമൻ സെൻ ആണ്. സൗമൻ സെന്നെ പറ്റി പറയുമ്പോൾ ഒരു കാര്യത്തോടെ ഓർക്കുക, കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അല്ലേ. കേരള ഹൈക്കോടതിയുടെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സൗമൻ സെൻ. അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് വെസ്റ്റ് ബംഗാളാണത്. വെസ്റ്റ് ബംഗാൾ ആണെന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അദ്ദേഹത്തിൻ്റെ സ്വദേശം എവിടെയാണ്? വെസ്റ്റ് ബംഗാളാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ നിലവിൽ കേരളത്തിൻ്റെ ഗവർണർ കൂടി നോക്കി വെച്ചാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നിലവിൽ കേരളത്തിൻ്റെ ഗവർണർ നമുക്കറിയാം ആരാണ്? അത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ ആണ് നിലവിൽ കേരളത്തിൻ്റെ ഗവർണർ എന്നറിയപ്പെടുന്നത്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് കേരളത്തിന്റെ ചരിത്രത്തിലെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹത്തിന്റെ സ്വദേശം എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അത് ഗോവയാണ്. ഗോവയാണ്. ഓക്കെ അല്ല? അപ്പൊ അത്രയും കാര്യങ്ങൾ കൂടെ അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ജാനുവരി മാസത്തെ ഫാക്റ്റ് ആണ്. ആ സ്കൂൾ കലോത്സവം നടന്നത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? വേദിയായത് തൃശ്ശൂരാണ്. വേദിയായത് തൃശ്ശൂരാണ്. എന്നാൽ അവിടെ കിരീടം ഉയർത്തിയതാര് എന്ന് ചോദിച്ചപ്പോൾ അത് കണ്ണൂർ ജില്ലയാണ്. കൃത്യമായി പഠിപ്പിച്ചതാണ്. കണ്ണൂർ ജില്ലയാണ്. സ്കൂൾ കലോത്സവ കിരീടം നേടിയ ജില്ല കണ്ണൂർ ജില്ലയാണ്. കൃത്യമായി ചോദിച്ചിരിക്കുന്നു. പഠിപ്പിച്ച കണ്ടന്റ് ആണ് അവിടെ ഉണ്ട്. ജനുവരി മാസത്തെ 2026 ജാനുവരി മാസത്തെ ഫാക്റ്റ് ആണ്. അവിടെ ഒരു പോയിന്റ് ഓർക്കുക, കേരള സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈനായി മത്സരിച്ച മത്സരാർത്ഥി ആര്? ഓൺലൈനായി മത്സരിച്ച മത്സരാർത്ഥി അത് മറ്റാരുമല്ല, സിയ ഫാത്തിമ. സിയ ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി അറബിക് പോസ്റ്റർ ഡിസൈൻ എന്ന് പറയുന്ന മേഖലയിൽ മത്സരിച്ചു. പക്ഷെ ആ കുട്ടിക്ക് ഗുരുതര രോഗം ബാധിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിഞ്ഞില്ല. തൃശ്ശൂരിലേക്ക് വരാൻ കഴിയില്ല. കുട്ടി അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടിക്ക് ഒരു കത്ത് എഴുതുകയാണ്. അങ്ങനെ ശിവൻകുട്ടി ആ കുട്ടിക്ക് ഈ പറയുന്ന എന്താ പറയുക ഓൺലൈനായിട്ട് മത്സരിക്കാനുള്ള അനുമതി ലഭിക്കുന്നു. ആ കുട്ടിക്ക് A ഗ്രേഡും ലഭിക്കുന്നുണ്ട്. അപ്പോൾ അറബിക് പോസ്റ്റർ ഡിസൈനാണ് സിയ ഫാത്തിമ മത്സരിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക. സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓൺലൈനായി പങ്കെടുത്ത മത്സരാർത്ഥി എന്ന പ്രത്യേകത ഇതോടുകൂടി സിയ ഫാത്തിമയ്ക്ക് സ്വന്തം. അടുത്ത പോയിന്റ്, 2002 ഓടക്കുഴ പുരസ്കാരം കഴിഞ്ഞ ഫസ്റ്റ് സ്റ്റേജിനും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 3ാം സ്റ്റേജിനും ആ ചോദ്യം ആവർത്തിക്കുന്നു. ഓടക്കുഴ പുരസ്കാര ജേതാവ് EP രാജഗോപാലനാണ് അല്ലെ. EP രാജഗോപാലിന്റെ കൃതിയുടെ പേര്, EP രാജഗോപാലിന് ഏത് കൃതിക്കാണ് ഈ പറയുന്ന ഓടക്കുഴ പുരസ്കാരം ലഭിച്ചത്? ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ്. അപ്പൊ കൃതിയുടെ പേര് ഏതാണ്? ഉൾക്കഥ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അപ്പോൾ 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? സന്തോഷ് കുമാർ. സന്തോഷ് കുമാർ അല്ലെ. സന്തോഷ് കുമാർ ആണ്. സന്തോഷ് കുമാർ 49ാമത് വയലാർ പുരസ്കാര ജേതാവ്. കൃതിയുടെ പേര് തപോമയുടെ അച്ഛൻ. കൃതിയുടെ പേര് തപോമയുടെ അച്ഛൻ എന്ന് പറയപ്പെടുന്ന കൃതിക്കാണ്. തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവോട് ഓർത്ത് വെച്ചേക്കുക. ജ്ഞാനപീഠ പുരസ്കാരം ഇവിടെ ചോദിച്ചതാണ്. ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നമ്മുടെ വൈരമുത്തുവാണ്. കവി പേരരസ് എന്നറിയപ്പെടുന്ന വൈരമുത്തു തമിഴ് ഭാഷയ്ക്ക്. അങ്ങനെയെങ്കിൽ ഹരിവരാസനം പുരസ്കാര ജേതാവാര്? ഒരു നാദസ്വര വിദ്വാനാണ്.
ഹരിവരാസനം പുരസ്കാര ജേതാവ് നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കർ അല്ലെ. തിരുവിഴ ജയശങ്കർ എന്ന് പറയപ്പെടുന്ന നാദസ്വര വിദ്വാനാണെന്ന കാര്യം ഓർക്കുക. അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപ്പിള്ളയാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ബംഗാൾ. അതുപോലെ തന്നെ സംവിധായക സങ്കല്പം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്, ഓർത്തു വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇനി നമ്മൾ ഒരു ബാച്ചിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സൈലം BScയിൽ വളരെ പ്രധാനപ്പെട്ട 2-3 ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. ഒന്ന് വേരിയസ് LGSന്റെ ബാച്ചാണ്. വേരിയസ് LGS 2.0 എന്ന് പറയുന്ന ബാച്ച് ഓൾറെഡി ഉള്ള ഒരു VLGS ബാച്ച് ഉണ്ട്. ഇതിന്റെ 2ാമത്തെ എഡിഷൻ ആണ്. VLGS ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ LDCയുടെ 2ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. VLGSന്റെ കോഴ്സ് ഫീ 1699 രൂപയും അതുപോലെ തന്നെ LDCയുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 1999 രൂപയുമാണ്. ഇനി ഈ 2 ബാച്ചും വേണം, LGSന്റെ ബാച്ചും വേണം, LDCയുടെ ബാച്ചും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംബോ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോംബോ ബാച്ചിന്റെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് 2999 രൂപ മാത്രമാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 800 രൂപയോളം, ഒരു 700-800 രൂപയുടെ വ്യത്യാസം നിങ്ങൾക്ക് എന്ത് ചെയ്യും അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 2 ബാച്ചും വേണമെന്നുള്ളവർ LDC LGS കോംബോ ബാച്ച് എന്ത് ചെയ്യുക കൊടുക്കുക. ഈ 2ന്റെയും വാലിഡിറ്റി എന്ന് പറയുന്നത് ടിൽ എക്സാം വരെ 1 വർഷമോ അല്ലെങ്കിൽ ടിൽ എക്സാം വരെ ആയിരിക്കും എൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഇനി കറണ്ട് അഫയേഴ്സ് നോക്കൌട്ട് ബാച്ച് 3.0 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 19-ാം തീയതിയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫീ 499 ആണ്. ഞാൻ മാത്രമായിരിക്കും, പൂർണ്ണമായും എൻ്റെ നേതൃത്വത്തിലുള്ള ബാച്ച് ആയിരിക്കും ആ ബാച്ച്. നമ്മൾ ആദ്യ ബാച്ചിൻ്റെയും 2ാമത്തെ ബാച്ചിൻ്റെ വിജയത്തിന് ശേഷമാണ് 3ാമത്തെ ബാച്ച് എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ കോഴ്സ് ഫീ 499 രൂപ മാത്രം. പഴയതുപോലെ 6 മാസമല്ല, 1 കൊല്ലമല്ല. എന്നാണോ നിങ്ങളുടെ LDC എക്സാം അവസാനിക്കുന്നത് അന്ന് വരെ നിങ്ങൾക്ക് അതിൻ്റെ വാലിഡിറ്റി ലഭിക്കും. മറ്റു കാര്യങ്ങളിൽ വരുന്ന വീഡിയോകളിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഒരു കാര്യം കൂടി അഡീഷണൽ ഞാൻ പറയുകയാണ്. ഇവിടെ നമ്മൾ അഡീഷണൽ ഉൾപ്പെടുത്തിയത് പ്രിന്റബിൾ നോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഉൾപ്പെടുത്തുകയാണ് CA ബാച്ചിനകത്ത്. അപ്പോൾ ബാക്കി വരും ദിവസങ്ങളിൽ അതിൻ്റെ അപ്ഡേഷനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എത്തിച്ചേരാം. ഓഗസ്റ്റ് മാസം 19-ന് ആദ്യ ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് നമ്മൾ പോകുന്നു. ഇതും പലപ്പോഴായിട്ട് ചോദിച്ചു കണ്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമ്പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളം ഏത് എന്നാണ് ചോദ്യം. അത് മറ്റൊന്നുമല്ല, ഓപ്ഷൻ B ആണ്, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അപ്പൊ സമ്പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ വിമാനത്താവളമാകാൻ പോകുന്നത് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണെന്ന കാര്യം എന്ത് ചെയ്യുക അവിടെ ഓർക്കുക. പലപ്പോഴായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അർജുന അവാർഡ് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റ് ആണിത്. അർജുന അവാർഡ് നേടിയ KC ഏലമ്മയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ്, ശരിയാണ്, ആദ്യ മലയാളി വനിതയാണ് KC ഏലമ്മ. അവർ വോളിബോൾ കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയാണ്, വോളിബോൾ കായികനത്തിൽപ്പെട്ട വനിതയാണ് നമ്മുടെ KC ഏലമ്മ എന്ന് പറയുന്നത്. KC ഏലമ്മ എന്ന് പറയുന്നത് വോളിബോൾ ആണ് അവരുടെ മേഖല, അതും ശരിയാണ്. അപ്പോൾ 2 പ്രസ്താവന ശരിയായി. 3 അർജുന അവാർഡ് നേടിയ 2ാമത്തെ മലയാളി വനിത അല്ല, കാരണം ആദ്യ മലയാളി വനിത ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഇത് 2ാമത്തെ മലയാളി വനിത എന്ന പോയിന്റ് തെറ്റാണ്. അർജുന അവാർഡ് നേടിയ 2ാമത്തെ മലയാളി വനിത എന്നറിയപ്പെടുന്നത് അത്ലറ്റിക്സ് താരമായിട്ടുള്ള ഏഞ്ചൽ മേരി ജോസഫ് ആണ്. അർജുന അവാർഡ് നേടിയ 2ാമത്തെ മലയാളി ഏഞ്ചൽ മേരി ജോസഫ് ആണ് കേട്ടോ. ഏഞ്ചൽ മേരി ജോസഫ് എന്ന് പറയപ്പെടുന്ന അത്ലറ്റിക് താരമാണ്. അത്ലറ്റിക്സ് ആണ് അവരുടെ മേഖല. അവരാണ് ഈ പറയുന്ന അർജുന അവാർഡ് നേടിയ 2ാമത്തെ മലയാളി. സെക്കൻഡ് അർജുന അവാർഡ് നേടിയ അല്ലെ, അർജുന അവാർഡ് നേടിയ 2ാമത്തെ മലയാളി വനിതയാണ് ഈ പറയുന്ന ഏഞ്ചൽ മേരി ജോസഫ്. അത്ലറ്റിക്സിലാണെന്ന കാര്യം എന്ത് ചെയ്യുക അവിടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്, അർജുന അവാർഡ് നമുക്കറിയാം, അർജുന അവാർഡ് നൽകി തുടങ്ങിയ വർഷം 1961
ഇന്ത്യ മഹാരാജ്യത്ത് ശരിക്കും പറഞ്ഞാൽ 1961 പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ പരമോന്നതമായ കായികമോദി അർജുന അവാർഡ് ആയിരുന്നു. എന്നാൽ 1991-92 കാലഘട്ടത്തിൽ ഖേൽരത്ന പുരസ്കാരം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അർജുന അവാർഡ് 2ാം സ്ഥാനത്തേക്ക് എന്ത് ചെയ്തു, പിന്തള്ളപ്പെട്ടതാണ് സംഭവിച്ചത്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? സി ബാലകൃഷ്ണൻ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മേഖല പർവ്വത ആരോഹണമാണ്. സി ബാലകൃഷ്ണന്റെ മേഖല പർവ്വത ആരോഹണമാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്ത് വച്ചേക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നെഹ്റു ട്രോഫി വള്ളംകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി നേടിയ ആദ്യ ചുണ്ടൻവലം. അല്ല, തെറ്റാണ്. നെഹ്റു ട്രോഫി ആദ്യമായി നേടിയത് അത് നടുഭാഗം ചുണ്ടനാണ്. ഇനി വിയപുരം ചുണ്ടനാണ് നെഹ്റു ട്രോഫി വള്ളംകളി ഏറ്റവും കൂടുതൽ തവണ വിജയിച്ചത്. അല്ല, ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയത് അത് കാരിച്ചാൽ ചുണ്ടനാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർത്തു വെച്ചേക്കുക. ഇനി 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2020 നടന്നത് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് 2025 നടന്നത് എന്ന പോയിന്റ് ശരിയാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയികളായി മാറിയതാണ് ആര്? ഈ പറയുന്ന വിയപുരം ചുണ്ടനാണ് 71ാം നെഹ്റു ട്രോഫി ചാമ്പ്യന്മാരായി മാറുന്നത്. അപ്പോൾ ഇവിടെ ആദ്യ 2 പ്രസ്താവന തെറ്റ്, 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. അപ്പോൾ നമുക്കിവിടെ ആൻസർ ചെയ്യാം. ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത് 3 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 3 മാത്രമാണ് ശരി എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. അടുത്ത പോയിന്റ് ഇത്തിരി അവ്യക്തതയുണ്ട്, ഞാൻ വായിച്ചു തരാം. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ലഹരി ശൃംഖലകളെയും അതിന്റെ കണ്ണികളെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആഭ്യന്തര വകുപ്പും കേരള പോലീസ് ആരംഭിച്ച ലഹരി വേട്ട. 1ാമത്തെ സ്റ്റേജിൽ ചോദിച്ചു, 2ാമത്തെ സ്റ്റേജിൽ ചോദിച്ചു, 3ാമത്തെ സ്റ്റേജിൽ ചോദിച്ചു, 4ാമത് ഇനി പറയാൻ പോകുന്ന സ്റ്റേജിലും ചോദ്യം വന്നിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്നുള്ളതാണ്. ഓപ്പറേഷൻ തൂഫാൻ ഒരുപാട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയുമ്പോൾ ഓപ്പറേഷൻ സീറോ എന്നോ അല്ലെങ്കിൽ പ്രോജക്റ്റ് സീറോ എന്നോ പറയാം. എന്താണ് ഓപ്പറേഷൻ സീറോ അഥവാ പ്രോജക്ട് സീറോ? എന്തിനെതിരെയാ? അഴിമതിക്കെതിരെ. അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാ? അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്ലേ? അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി വിജിലൻസ് വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സീറോ എന്നോ പ്രോജക്റ്റ് സീറോ എന്ന് നമുക്ക് വിളിക്കാം അതിനെ. അടുത്ത പോയിന്റ്, 2026 ലോക പരിസ്ഥിതിത്തിന്റെ ആദ്യ രാജ്യം. നമ്മൾ വേദികൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. അത് ജെജു ദക്ഷിണ കൊറിയയിലാണ്. ഇത് ഈ പറയുന്ന കണക്ക് 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ വേദി എന്നറിയപ്പെടുന്നത് അസർബൈജാനിലാണ്. ഓപ്ഷൻ ഡി അസർബൈജാൻ. ബാക്കു അസർബൈജാൻ. അപ്പൊ 2026 വേദി ബാക്കു അസർബൈജാൻ. 2025 ജെജു സൗത്ത് കൊറിയ അഥവാ ദക്ഷിണ കൊറിയയിലെ ജെജു ആയിരുന്നു. 2025 പരിസ്ഥിതിദിനത്തിന്റെ വേദി ജെജുവും 2026 ബാക്കു അസർബൈജാൻ. അത് യോഗാ ദിനം കൂടി പഠിച്ചു വെച്ചേക്കുക. യോഗാ ദിനം 2026 യോഗാ ദിനത്തിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് കൊൽക്കത്തയാണ്. കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതാണേ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അശ്വമേധം പദ്ധതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അശ്വമേധം എന്ന് കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കണ്ട, അടിച്ചോണം. കുഷ്ഠരോഗത്തെ കുറിച്ചാണ് പറയുന്നത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഏത്? അശ്വമേധം എന്ന് പറയുന്നത്. അപ്പൊ അശ്വമേധം പദ്ധതിയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം. അപ്പൊ ഇതാണ് നമ്മുടെ 3rd സ്റ്റേജിലെ കറണ്ട് അഫെയറും അതുപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇനി അടുത്ത 4th സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ്. 4th സ്റ്റേജിലേക്ക് വരുമ്പോൾ ആദ്യ ചോദ്യം ഇതാണ്. ആസാമിൽ വെച്ച് നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സര ജേതാക്കളായ ടീം. കഴിഞ്ഞ പ്രിലിംസിനും ചോദിച്ചു സന്തോഷ് ട്രോഫി, വീണ്ടും അതേപോലെ തന്നെ സെയിം ക്വസ്റ്റ്യൻ ആവർത്തിക്കുന്നു.
ഓപ്ഷൻ ഡി സർവീസസ് ആണ്. അവിടെ റണ്ണറപ്പായി മാറിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് കേരളമാണ്. കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ആരും മുത്തമിടുന്നത്? ഈ പറയപ്പെടുന്ന സർവീസസ് മുത്തമിടുന്ന കാര്യം ഓർക്കുക. അത് പറയുമ്പോൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. രഞ്ജി ട്രോഫിയിലേക്ക് വരുമ്പോൾ രഞ്ജി ട്രോഫിയിൽ ചാമ്പ്യന്മാരായി മാറിയ ടീം ഏത്? 2025-26 സീസണിലെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായി മാറുന്നത് ജമ്മു കാശ്മീരാണ്. അവിടെ റണ്ണറപ്പായി മാറുന്നത് കർണാടകമാണെന്ന കാര്യം ഓർക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ജമ്മു കാശ്മീരിന്റെ ആദ്യ കിരീടം കൂടിയാണിതെന്ന കാര്യം അവിടെ ഓർക്കുക. അടുത്ത പോയിന്റ്, താഴെ പറയുന്നവരിൽ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരൊക്കെ എന്നാണ് ചോദ്യം. പ്രേം നസീറിന് കിട്ടിയിട്ടില്ല, മോഹൻലാലിന് കിട്ടിയിട്ടുണ്ട്, ജി അരവിന്ദന് കിട്ടിയിട്ടില്ല, അടൂർ ഗോപാലകൃഷ്ണൻ. 2 മലയാളികൾക്ക് മാത്രമേ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. ഇറ്റ്സ് എ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് GK എന്ന് വേണമെങ്കിൽ പറയാം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റവും ഒടുവിലായിട്ട് മോഹൻലാൽ, നമ്മുടെ സ്വന്തം ലാലേട്ടന് കിട്ടി. അതിനു മുന്നേ അടൂർ ഗോപാലകൃഷ്ണൻ. 2 മലയാളികൾക്ക് മാത്രമേ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് മോഹൻലാലും പിന്നെ ഒന്ന് അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ 2ഉം 4ഉമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 2ഉം 4ഉം ഓക്കെ അല്ലേ? അടുത്ത പോയിന്റിലേക്ക് വരാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം VBGRIMG എന്നാണ്. ഇതിന്റെ പൂർണ്ണ രൂപം എന്ത് എന്നാണ് ചോദ്യം അല്ലേ? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന നിയമമാണ് 2005 പാസ്സാക്കപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന ഒരു നിയമമാണിത്. VBGRIMG അഥവാ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. അത് പറയുമ്പോൾ ഈ പറയുന്ന VBGRIMG ഗ്രാമീൺ എന്ന് പറയപ്പെടുന്ന ഈ പദ്ധതി ലോക്സഭ പാസ്സാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ഡിസംബർ മാസം 18-ാം തീയതിയും രാജ്യസഭ പാസ്സാക്കിയതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ഡിസംബർ മാസം 18-ാം തീയതി അതേ ദിവസം തന്നെയാണ്. ഇനി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 ഡിസംബർ മാസം 21-ാം തീയതി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെക്കുകയാണ്. ഇത് ഉറപ്പു തരുന്ന തൊഴിൽ ദിനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസമായിരുന്നുവെങ്കിൽ ഇവൻ ഉറപ്പു തരുന്നത് 125 ദിവസത്തെ തൊഴിൽ ദിനമാണ്. ഇവിടെ സെൻട്രൽ സ്റ്റേറ്റ് റേഷ്യോ കൂടെ എന്ന് പറയണം. കേന്ദ്ര സർക്കാർ 60% നൽകുമ്പോൾ കേരള സർക്കാർ 40% എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്യുന്നു. ഇനി നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളാണെങ്കിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ എത്ര കൊടുക്കും? 90% കൊടുക്കും. സംസ്ഥാന സർക്കാർ 10%, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ 10% കൊടുത്താൽ മതിയാകും. അത്രയും പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അടുത്ത പോയിന്റ്, 2020 ജ്ഞാനപീഠ പുരസ്കാരം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് R വൈരമുത്തു, കവി പേരരസ് എന്നറിയപ്പെടുന്ന R വൈരമുത്തു ആണ്. തമിഴ് ഭാഷയ്ക്കാണ്. അടുത്ത പോയിന്റ്, 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം. പല ആൾക്കാരും ഇത് തെറ്റിച്ചു. കാരണം ഫസ്റ്റ് പ്രിലിംസിന് ചോദിച്ചു. അത് സംഭവം വേറൊന്നുമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറക്ക് തിരിഞ്ഞു പോയതാണ്. നാഷണൽ AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ സമ്മിറ്റ് ആണ്. നാഷണൽ AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ സമ്മിറ്റ് ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ചത് ഫസ്റ്റ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറെ ആൾക്കാർ അതും പറഞ്ഞുകൊണ്ട് അതാണെന്ന് വിചാരിച്ച് തെറ്റിച്ച ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അതിന്റെ വേദി ബംഗളൂരു ആയിരുന്നു. എന്നാൽ ഇവിടെ ചോദ്യം എന്താ? 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി വേദി ന്യൂഡൽഹിയാണ്. അപ്പൊ 2026 ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടി വേദി എവിടെയാണ്? ന്യൂഡൽഹി ആണെന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. എന്നാൽ ഫസ്റ്റ് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ എന്താ? നാഷണൽ AI ആൻഡ് ഡിജിറ്റൽ വാട്ടർ സമ്മിറ്റ് കൃത്യമായി പഠിപ്പിച്ചതാണ്. അത് ബംഗളൂരുവും ഇത് ഡൽഹിയുമാണെന്ന കാര്യം. ഇനി ആദ്യമായിട്ട് ആഗോള AI ഉച്ചകോടി നടന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് 2023 ആദ്യം നടക്കുന്നത്. അതിന്റെ വേദി UK യിലായിരുന്നു. ബ്രിട്ടനിലെ UK ബ്ലച്ച്ലി പാർക്കായിരുന്നു വേദി. ബ്ലച്ച്ലി പാർക്കായിരുന്നു അതിന്റെ വേദി. എന്നാൽ 2025 വേദി വരുന്നത് 2025 വേദി പാരീസ് ഫ്രാൻസ് ആണെന്ന കാര്യം ഓർക്കുക. ഇത് ആഗോള AI ഉച്ചകോടി കേസാണ് പറഞ്ഞത്. ഇനി ഇന്ത്യയിലെ ആദ്യ AI വകുപ്പ് മന്ത്രി, ഇന്ത്യയിലെ ആദ്യ
AI മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ നമ്മൾ കേരളമാണ് അല്ലെങ്കിൽ കേരളമാണ് ആദ്യമായിട്ട് AI വകുപ്പ് രൂപീകരിക്കുന്നത്. അപ്പം മന്ത്രി കേരളത്തിൻ്റെ മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്, ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റ്, നമ്മുടെ കഴിഞ്ഞ സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു സ്ത്രീകളെ ക്ഷേമം ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ് ചോദ്യം. ഒന്ന്, പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസം ധനസഹായം നൽകുന്നു. ശരിയാണ്. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതർക്കും സ്ത്രീകൾക്കും ട്രാൻസ്വുമണ്ണും ഗുണഭോക്താക്കൾ. ശരിയാണ്. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമെന്ന് കൃത്യമായി പറയുന്നുണ്ട് ആ പദ്ധതിയിൽ. അതും ശരിയാണ്. 2026 ഫെബ്രുവരി മാസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശരിയാണ്. അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. അപ്പൊ തെറ്റായ പ്രസ്താവനകൾ ഇല്ല എന്ന നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാം. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഓർക്കുക, ഇത് ആർക്കാണ്? എല്ലാ വനിതകൾക്കും ഇല്ല. ഒന്ന്, സർക്കാരിന്റെ ശമ്പളം മേടിക്കാത്ത ആൾക്കാരാണ്, ആനുകൂല്യം കിട്ടാത്ത ആൾക്കാരാണ്. ഒരു കാര്യം കൂടെ കൃത്യമായി പറയുന്നുണ്ട്, അന്ത്യോദയ അന്ന യോജന കാർഡ്. അപ്പോൾ 2 കാർഡുകാർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. ഒന്ന്, അന്ത്യോദയ അന്ന യോജന കാർഡുകാർക്കാണ്. അന്ത്യോദയ അന്ന യോജന കാർഡുകാർക്കാണ് ഇതിന്റെ പ്രയോജനം എന്ത് ചെയ്യുക, ലഭിക്കുക എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്തു വെച്ചേക്കുക. മഞ്ഞക്കാർഡുകാർക്കും അതുപോലെ തന്നെ പിങ്ക് കാർഡുകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അടുത്ത പോയിന്റ്, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാന്നാണ് ചോദ്യം. PM ശ്രീ നമുക്കറിയാം, ഇപ്പോൾ വിവാദങ്ങൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. കേരളം ഒപ്പുവെച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ തോതിലുള്ള വിവാദങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഖരിതമാവുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. PM ശ്രീ പദ്ധതിയെ പറ്റി പറയുമ്പോൾ പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യപ്പെടുന്നു. ശരിയാണ്. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയാണ്. ശരിയാണ്. 2023 പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം. അത് തെറ്റാണ്. കാരണം ഈ പദ്ധതിക്ക് അംഗീകാരം നൽകിയത് 2022 സെപ്റ്റംബർ മാസം 7-ാം തീയതിയാണ് കേന്ദ്ര മന്ത്രിസഭ ഈ പദ്ധതിക്ക് എന്ത് കൊടുത്തത്, അംഗീകാരം കൊടുത്തത്. അപ്പൊ ആ പ്രസ്താവന എന്താണ്, തെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് PM ശ്രീയുടെ പൂർണ്ണ രൂപം. ശരിയാണ്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകൾ 1, 2, 4 എന്നിവയാണ്. ഓപ്ഷൻ A ആണ് ആൻസർ. 1, 2, 4 എന്നിവ മാത്രമാണ് ശരി. ഓക്കെ അല്ലേ? അത് പറയുമ്പോൾ നിലവിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ആര് എന്ന് ചോദിച്ച പണം ആരാണ്? കേരളത്തിലെ നിലവിലത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ച പണം അത് N ഷംസുദ്ദീനാണ് നിലവിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അങ്ങനെയെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് റോജി എം ജോൺ ആണ്. അങ്ങനെയെങ്കിൽ നിലവിൽ നമ്മുടെ CJP പ്രക്ഷോഭത്തെ തുടർന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു അല്ലെ? കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ശേഷം പുതിയ ആൾ വരുന്നു. പുതിയ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ? അത് പ്രഹ്ലാദ് ജോഷിയാണ്. പല ആൾക്കാരും അദ്ദേഹത്തിന്റെ പേര് തെറ്റായിട്ടാണ് പറയുന്നത്. പ്രഹ്ലാദ് എന്ന് പറയുന്ന അല്ല, ശരിക്കും അദ്ദേഹത്തിന്റെ പേര് പ്രഹ്ലാദ് എന്നാണ്. പ്രഹ്ലാദ് ജോഷി. അടുത്ത പോയിന്റിലേക്ക് വരാം. താഴെ പറയുന്നവയിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളിയായിരുന്നു. നമ്മൾ പത്മ അവാർഡ് കൃത്യമായി പഠിപ്പിച്ചതാണ്. മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഉൾപ്പെടാത്താണ് വെച്ചിട്ടുള്ളത്. മമ്മൂട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി A ആൻസർ കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടി കിട്ടിയിട്ടുണ്ട്. MTക്ക് VS അച്യുതാനന്ദന് കിട്ടിയിട്ടുണ്ട്. മമ്മൂട്ടിക്ക് ഇത്തവണ കിട്ടിയത് പത്മഭൂഷൺ ബഹുമതി. VSന് കിട്ടിയത് പത്മവിഭൂഷൺ ബഹുമതി. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ. MT വാസുദേവൻ നായർക്ക് കിട്ടി, പക്ഷേ ഇത്തവണയല്ല. ആൻസർ MT ആണ്. 2025 MTക്ക് പത്മവിഭൂഷൺ ലഭിച്ചത്. സെറ്റല്ലേ? അപ്പൊ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഈ വർഷമല്ല. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. 2026 മമ്മൂട്ടിക്ക്, VSന്, വെള്ളാപ്പള്ളിക്ക്. ഇനി 2026 പത്മവിഭൂഷൺ നേടിയ മലയാളികളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 3 മലയാളികൾ. പത്മഭൂഷൺ നേടിയ മലയാളികൾ 2 മലയാളികൾ. പത്മശ്രീ നേടിയ മലയാളികൾ 3 പേര്. ടോട്ടൽ 8 മലയാളികൾക്ക് ഇത്തവണ എന്ത് കിട്ടി? പത്മ ബഹുമതി ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വ്യക്തിയിലേക്ക് വരുന്നു. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? നമ്മൾ വേദികൾ എന്ന ടോപ്പിക്കിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതാണ്. ബ്രിക്സിന്റെ വേദി ഇന്ത്യയാണ്. 2026 ബ്രിക്സിന്റെ വേദി ഇന്ത്യയാണ്.
അതുപോലെ തന്നെ G20 വേദി മയാമി അല്ലെങ്കിൽ മിയാമി വിച്ച് ഈസ് ഇൻ അമേരിക്ക. G7 ഉച്ചകോടി വേദി എവിടെയാണ്? ഫ്രാൻസ് ആണ്. G7 ഉച്ചകോടി വേദി ഫ്രാൻസ് ആണ്, ഓർത്ത് വച്ചേക്കണേ. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. 2026 ബ്രിക്സിന്റെ മറ്റൊരു ചോദ്യമാണ് വരുന്നത്. നല്ല വെറൈറ്റി ക്വസ്റ്റൻ ആയിരുന്നു. 2026 ബ്രിക്സിന്റെ അധ്യക്ഷതയായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? നമുക്ക് ആ ലോഗോ ആദ്യം കാണാം. ഈ കാണുന്നതാണ് ബ്രിക്സിൻ ലോഗോ. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും താമരപ്പൂവിന്റെ മാതൃകയില. അപ്പൊ ഏതാണ്? നമ്മുടെ ദേശീയ പുഷ്പമായിട്ടുള്ള താമരയുടെ ആകൃതിയിലാണ്. അപ്പൊ 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടുള്ളത്? താമരയുടെ മാതൃകയാണ് എടുത്തുള്ളത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത പോയിന്റ്, കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര് എന്നാണ് ചോദ്യം. അത് മറ്റാരുമല്ല, രാംനാഥ് കോവിന്ദാണ്. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രാംനാഥ് കോവിന്ദാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പറ്റി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് സമിതി കൂടെ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു പോവാം. ഒന്ന് CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി. CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി. രണ്ട് കമ്മിറ്റി അതെ. ഒന്ന് ഈ പുള്ളിക്കാരനാണ് നമ്മുടെ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാല, തൃശ്ശൂർ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിൽ ദുരന്തം ഉണ്ടായില്ലേ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു വെടിക്കെട്ട് ദുരന്തം നടന്നു. അങ്ങനെ ആ മുണ്ടത്തിക്കോട്, തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാല ദുരന്തം പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് CN രാമചന്ദ്രൻ കമ്മിറ്റി. അതേപോലെ ഇതേ കമ്മിറ്റി തന്നെയാണ് നമ്മുടെ എന്താ പറയാ എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളെ പറ്റി പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയും ഈ പറഞ്ഞ CN രാമചന്ദ്രൻ നായർ കമ്മിറ്റിയാണ്. ഇനി ഒരു കമ്മിറ്റി കൂടെ, പുരന്തേശ്വരി കമ്മിറ്റി. ആരാണ് പുരന്തേശ്വരി കമ്മിറ്റി എന്ന് പറയുന്നത്? പുരന്തേശ്വരി കമ്മിറ്റി നമ്മുടെ KYC പരിശോധന നിർബന്ധമാക്കണം. എവിടെയൊക്കെ? സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലും KYC പരിശോധന നിർബന്ധമാക്കണം. KYC പരിശോധന നിർബന്ധമാക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പുരന്തേശ്വരി കമ്മിറ്റി. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാർലമെന്ററി കമ്മിറ്റി കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. അതിന്റെ അധ്യക്ഷയും ആര് തന്നെ? ഇതേ പറയുന്ന പുരന്തേശ്വരി തന്നെ. അപ്പൊ സ്ത്രീ ശാക്തീകരണവും KYC പരിശോധന നിർബന്ധമാക്കും. ഇത് രണ്ടും ആരാണ്? പുരന്തേശ്വരി കമ്മിറ്റിയാണെന്ന കാര്യം ഓർക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരള സർക്കാർ അടുത്തിടെ ഒരു ധവളപത്രം തയ്യാറാക്കി. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ പറ്റി പഠിച്ച ഒരു ധവളപത്രം തയ്യാറാക്കി. ആ ധവളപത്രം തയ്യാറാക്കിയ കമ്മിറ്റി ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് KM ചന്ദ്രശേഖർ കമ്മിറ്റി. KM ചന്ദ്രശേഖർ കമ്മിറ്റിയാണെന്ന കാര്യം കൂടെ എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. നിലവിൽ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചതാണ്. 11 പേരാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 11 പേർ. അതിൽ രണ്ട് പേര് ഇപ്പോൾ മന്ത്രിമാരാണ്. 11 പേരിൽ ഒരാള് എന്താണെന്നറിയാവോ? ഒരാള് ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ നമ്മൾ അടുത്ത് പറയും, പഠിപ്പിച്ചതാണ്, ചോദിച്ചു. ഷാനിമോൾ ഉസ്മാനും വനിതകൾ 2 പേര് ബിന്ദു കൃഷ്ണയും KA തുളസിയുമാണ്. തുളസി. ഓക്കെ, അടുത്തിലോട്ട് പോവാം. കോക്രോച്ച് ജനതാ പാർട്ടി കിടിലൻ ക്വസ്റ്റ്യൻ. എനിക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം കോക്രോച്ച് ജനതാ പാർട്ടിയിൽ നിന്നും ചോദ്യം വന്നിരിക്കുന്നു. ചെറിയ കാര്യമല്ല, അപ്രതീക്ഷിതമായിരുന്നു. പക്ഷെ നമ്മൾ കൃത്യമായിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ച അടുത്ത നിമിഷം നമ്മൾ വീഡിയോ കൃത്യമായിട്ട് ചെയ്തിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത് 2026 മെയ് മാസം 16-ാം തീയതി. അതിന്റെ ഫൗണ്ടറിന്റെ പേര് അഭിജിത്ത് ദീപ് കെ എന്നാണ്. അഭിജിത്ത് ദീപ് കെ എന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകന്റെ പേര്. അഭിജിത്ത് ദീപ് കെ എന്നാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃത്യമായി പലപ്പോഴായി ചോദിച്ചതാണ്. ഇന്ന്
ഒന്നാമത്തെ പ്രിലിംസിന് ചോദിച്ചു, രണ്ടാമത്തെ സ്റ്റേജിൽ ചോദിച്ചു, മൂന്നാമത്തെ ചോദിച്ചു, ഇപ്പോൾ ഇതാ നാലാമത്തെ ചോദിച്ചിരിക്കുന്നു. മയക്കുമരുന്ന്. ഓപ്ഷൻ ബി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ്. കേരള നിയമസഭയുടെ ഇപ്പോഴും ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഞാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചതേ ഉള്ളൂ, ഷാനിമോൾ ഉസ്മാനാണ്. ഷാനിമോൾ ഉസ്മാന്റെ മണ്ഡലം അരൂരാണ്. ആലപ്പുഴ ജില്ലയിലെ അരൂർ മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്യുന്നു ഷാനിമോൾ ഉസ്മാൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കേരള നിയമസഭയുടെ സ്പീക്കർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. യെസ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പലപ്പോഴായിട്ട് പറഞ്ഞു വെച്ചതാണ്. റോജി എം ജോൺ ആണ്. ഇനി കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. നമുക്കറിയാം കേരള സർക്കാരിന്റെ പരമോന്നതമായ കായിക ബഹുമതി എന്നറിയപ്പെടുന്നത് ജി വി രാജ പുരസ്കാരമാണ്. അപ്പൊ അറിയേണ്ടത് 2025 ജി വി രാജ പുരസ്കാരം അറിയണം. 2025 ജി വി രാജ പുരസ്കാരം മികച്ച പുരുഷ താരമാര്, വനിതാ താരമാരെന്ന് അറിയണം. പുരുഷ താരമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മുഹമ്മദ് അഫ്സലും. വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് PK ഐശ്വര്യമാണെന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങളും ഈ പറയുന്ന മൂന്നാമത്തെ സ്റ്റേജിലെയും അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേജിലെയും കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് സെറ്റാക്കി വെച്ചു. ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് പറയട്ടെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇത് ഗുണം പൂർണ്ണമായും അതിൻ്റെ പ്രയോജനം ലഭിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.